ഫസ്റ്റ് റാങ്ക് കിട്ടിയ മൊമെന്റ് എങ്ങനെയായിരുന്നു? തുറന്ന് ഓപ്പൺ ചെയ്തപ്പോൾ ഫസ്റ്റ് പേര് കണ്ടു. ഞാൻ എപ്പോഴേ മടക്കി വെച്ചു, നേരെ അമ്മയെ വിളിച്ച് പറഞ്ഞു. സൈലത്തിൽ വരുന്ന എല്ലാവരോടും എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊക്കെ കാത്തിരുന്ന കഴിഞ്ഞ UPSCയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞു. അതിൽ സൈലം ഒരുപാട് വിജയങ്ങൾ ഇങ്ങനെ രചിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ശ്രീമോനാണ്. ഈ ശ്രീമോനാണ് തിരുവനന്തപുരം ജില്ലയിൽ UPSCയിൽ 1ാം റാങ്ക് നേടിയിരിക്കുന്നത്. ഈ UPSCയുടെ റാങ്ക് ലിസ്റ്റ് പഠനം തുടങ്ങി റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു ലോങ് പ്രോസസ്സാണ്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പുണ്ട്, ഒരുപാട് നാളത്തെ കഷ്ടപ്പാടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ നോട്ടിഫിക്കേഷൻ വരുന്നു. ആ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം കുറേ നാൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനു വേണ്ടി പഠിക്കുന്നു. അതിനുശേഷം എക്സാം കഴിയുന്നു. എക്സാം കഴിയുമ്പോൾ പിന്നെ കുറേ നാൾ ഇൻ്റർവ്യൂവിൽ എങ്ങനെ പെർഫോം ചെയ്യാം അതിൻ്റെ ഒരു പഠനമുണ്ട്. ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ലിസ്റ്റിൽ വരുമോ എന്നുള്ളൊരു കാത്തിരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം റാങ്ക് ലിസ്റ്റ് വന്നു, 1ാം റാങ്കിൽ എത്തുകയും ചെയ്തു. അപ്പോൾ ഈ നാൾ വഴികളിലൊക്കെ ശ്രീമോൻ എങ്ങനെയാണ് പോയത് എന്നറിയാൻ, അതായത് എങ്ങനെയായിരുന്നു ശ്രീമോൻ്റെ പഠന രീതികൾ എങ്ങനെയാണ്, ഇതൊക്കെ അറിയാൻ എന്നെ പോലെ തന്നെ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. ഇനി UPSC പഠിച്ചു തുടങ്ങുന്ന ആളുകളുണ്ട് അടുത്തത് ഫോക്കസ് ചെയ്തിട്ട്. അപ്പോൾ ശ്രീമോൻ്റെ പഠന രീതികൾ എങ്ങനെയായിരുന്നു? ഞാൻ ഈ എക്സാമിന് വേണ്ടി ഒരു 3-4 മാസമാണ് കാര്യമായിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ കിട്ടുന്ന സമയത്തൊക്കെ പഠിക്കുമായിരുന്നു. അപ്പോൾ ട്യൂഷന് മറ്റ് ജോലികളോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന സമയത്ത് എത്ര സമയം പഠിക്കുന്നതിനേക്കാളും കിട്ടുന്ന സമയത്ത് എന്തുമാത്രം പഠിക്കാൻ പറ്റും എന്നാലായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തത്. അപ്പോൾ കൃത്യമായിട്ടൊരു ടൈം ടേബിൾ വെച്ച്, ഇപ്പോൾ ഒരു ദിവസം ഒരു 2 മണിക്കൂർ പഠിച്ചാൽ തന്നെ 2 മണിക്കൂർ ഇത്ര ഭാഗം കവർ ചെയ്യും എന്ന് ഞാൻ മുന്നേ തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡായിട്ട് തോന്നി. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തതാണ്. ഓരോ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ മാർക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി എന്ന് അവസാനം മോക്ക് ടെസ്റ്റൊക്കെ എത്തിയപ്പോൾ ഒരു 80 മാർക്കിന് മേളിലൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയപ്പോഴാണ് ഒരു കോൺഫിഡൻസ് വന്നത്. പിന്നെ മാക്സിമം റിവൈസ് ചെയ്യുമായിരുന്നു. എക്സാമിന് വേണ്ടി SCERT ടെക്സ്റ്റ് യൂസ് ചെയ്ത് മാക്സിമം റിവൈസ് ചെയ്യുമായിരുന്നു. എത്രത്തോളം റിവൈസ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം റിവൈസ് ചെയ്ത് പഠിക്കുമായിരുന്നു. അതാണ് ഇതിലൊരു മെയിനായിട്ടൊരു കാര്യമെന്ന് തോന്നുന്നത്. സൈലത്തോടൊപ്പമുള്ള ശ്രീമോന്റെ പഠന രീതി എങ്ങനെയായിരുന്നു? എല്ലാ ക്ലാസ്സുകളും അന്നെന്നുള്ളത് കാണാൻ പറ്റുമായിരുന്നു? ക്ലാസ്സുകളൊക്കെ ലൈവായിട്ട് തന്നെ വരാൻ പറ്റുമായിരുന്നു? എങ്ങനെയായിരുന്നു? തുടങ്ങിയ സമയത്ത് ഒരുപാട് ക്ലാസ്സസ് ഇതുപോലെ ഡെയിലി എനിക്ക് എല്ലാ മണിക്കൂറിലും ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ വർക്ക് ചെയ്യുന്നൊരു പ്രശ്നം കാരണം തന്നെ നമുക്ക് ലൈവായിട്ടെല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ കൂടുതലും റെക്കോർഡഡ് ക്ലാസ്സസിനെയാണ് ഡിപ്പെൻഡ് ചെയ്തത്. നമ്മൾ സയൻസ് സ്ട്രീം ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ആവശ്യമായിട്ട് വന്നത് ലാംഗ്വേജ് ക്ലാസ്സസും അതുപോലെ തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, എക്കണോമിക്സ് അങ്ങനെയുള്ള ക്ലാസ്സസാണ് കൂടുതലായിട്ടും അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഞാൻ കൂടുതലും ആ ക്ലാസ്സുകളിലായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. സൈലത്തിലുള്ള എല്ലാ ആളുകളോടും നമ്മൾ നിരന്തരമായി പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യം കറക്റ്റായിട്ട് കവർ ചെയ്യുക, പെൻഡിങ് ഒന്നും വരുത്താതിരിക്കുക. അതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയുന്നു. കാര്യം നമ്മൾ ടോപ്പിക്ക് തീർക്കുന്നു, ഒപ്പം നമ്മൾ മോക്ക് ടെസ്റ്റും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോർമലി നല്ല രീതിയിൽ ആ പഠിച്ച കാര്യങ്ങളിലുള്ള റിവിഷനും കിട്ടും. മോൻ പറഞ്ഞ പോലെ എന്തെങ്കിലും പെൻഡിങ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അറിയാനും പറ്റും, ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോകാനും പറ്റും. ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളെടുത്തും അങ്ങനെ തന്നെ പറയാറുണ്ട്, നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഒരു ടൈം ടേബിൾ, നമ്മളുടെ ഒരു കേപ്പബിലിറ്റിയും നമുക്ക് എന്തുമാത്രം അറിയാം, ഇനി എന്തെല്ലാം പഠിക്കാനുണ്ട്, എത്ര ദിവസം ബാക്കിയുണ്ട് എന്നത് വെച്ചിട്ട് നമ്മളായിട്ട് തന്നെ ഒരു സ്വന്തമായിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് അതിനനുസരിച്ച് പഠിച്ചു പോവുക എന്നതാണ് ഒരു ബെറ്റർ പ്ലാൻ. അതായത് ശ്രീമോൻ പറയുന്നത് നമ്മളെപ്പോഴും നമ്മളെ തന്നെ എത്രത്തോളം പുഷ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പുഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ പഠിക്കാനിരിക്കുന്ന സമയം കൃത്യമായും ആ പഠിക്കാനിരിക്കുന്ന സമയം തന്നെയാണ്. നിശ്ചിത സമയത്തിൻ്റെ അകത്ത് ഇത്ര തീർക്കുമെന്ന് നമുക്കൊരു ഇൻറ്റൻഷൻ ഉണ്ട്. ആ ഇൻറ്റൻഷൻ പ്രകാരം നമ്മളത് കറക്റ്റായിട്ട് തീർത്തു പോകുന്നു. അപ്പോൾ പരീക്ഷയുടെ അന്ന് ക്വസ്റ്റ്യൻ കൈ കിട്ടിയ മൊമെന്റിൽ ക്വസ്റ്റ്യൻ നോക്കി തുടങ്ങിയപ്പോൾ ശ്രീമോൻ എന്ത് തോന്നി? എൻ്റെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ഉള്ളത് ഹിസ്റ്ററി ആയിരുന്നു. അപ്പോൾ പൊതുവേ അതുവരെയുള്ള എക്സാമുകളിൽ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അല്ലെങ്കിൽ മാർക്ക് പോകുമെന്ന് പേടി ഉണ്ടായിരുന്നത് ഹിസ്റ്ററിയിൽ നിന്നാണ്. അപ്പോൾ ആദ്യത്തെ പേജിൽ ഒരു 4-5 ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് വന്നു. എളുപ്പമായിരുന്നു, അതെല്ലാം എഴുതാൻ പറ്റി, അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഓരോ പേജായിട്ട് മറിച്ച് നമ്മളെ ആൻസർ അറ്റൻഡ് ചെയ്ത് പോകുമ്പോൾ തന്നെ എനിക്ക് തോന്നി എക്സാം അത്യാവശ്യം എളുപ്പമാണ്, അല്ലെങ്കിൽ പഠിച്ചതൊക്കെ വന്നിട്ടുണ്ട്, വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തോന്നി. മോൻ്റെ റിവിഷൻ സ്ട്രാറ്റജി ഒന്ന് പറയാം. പഠിക്കുന്ന സമയത്ത് തന്നെ കൂടുതലായിട്ട് ഞാനിങ്ങനെ എല്ലാ ദിവസവും
അന്നോ അല്ലെങ്കിൽ തലേ ദിവസമോ പഠിച്ചത് ഒന്നും കൂടി ഒന്ന് വായിച്ച് നോക്കുമായിരുന്നു. അപ്പോൾ അത് കൂടാതെ തന്നെ പിന്നെ അവസാനം ഒരു 1.5 മാസം കൂടുതലായിട്ടും മറന്നു പോകുന്ന തരത്തിലുള്ളത്, മറന്നു പോകുന്ന ഇപ്പോഴും ഹിസ്റ്ററി ആണെങ്കിൽ വർഷങ്ങളൊക്കെ നമ്മൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഓർമ്മയിൽ നിന്ന് പോകുന്ന കാര്യങ്ങൾ മാക്സിമം പറ്റാവുന്നിടത്തോളം റിവൈസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു SCERT ടെക്സ്റ്റ് തന്നെ ഞാനൊരു 6-7 വട്ടമെങ്കിലും വായിച്ചാണ് മൊത്തം. അപ്പോൾ അങ്ങനെ കവർ ചെയ്ത് പോകും. പിന്നെ എന്തെങ്കിലും ടോപ്പിക്കുകൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നതാണെങ്കിൽ ഞാൻ അതൊന്നുകിൽ പ്രത്യേകിച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് മാർക്ക് ചെയ്ത് വയ്ക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെയും നോക്കി വരുമ്പോഴത്തേക്കും എന്നാലും 1, 2, 3 വട്ടമല്ല, അതിൽ കൂടുതൽ റിവൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആയതുകൊണ്ട് മാത്രമേ ഓർമ്മ നിൽക്കൂ. ഇപ്പോൾ ഞാൻ ഒരുപാട് ടോപ്പിക്കുകൾ കവർ ചെയ്യാനുണ്ടല്ലോ, ഒരുപാട് ടോപ്പിക്കുകൾ കവർ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഈ എത്രത്തോളം നമ്മൾ മാക്സിമം പറ്റാവുന്നിടത്തോളം അതിൽ പിന്നെയും റിപ്പീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അത് എക്സാമിന് യൂസ്ഫുൾ ആവുമെന്ന് തോന്നി. LP-UP പരീക്ഷകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ സൈക്കോളജി എന്ന് പറയുന്ന ഭാഗം, സ്പെഷ്യൽ ടോപ്പിക്. അതിൽ സാറിൻ്റെ ക്ലാസ്സുകൾ, മൻസൂർ സാറിൻ്റെ ക്ലാസ്സുകൾ എത്രത്തോളം ശ്രീമോന് ഉപകാരപ്പെട്ടു? നമ്മൾ B.Ed കഴിഞ്ഞിട്ട് ഇതിലോട്ട് വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലയാളം ഇംഗ്ലീഷ് ഒരു ട്രാൻസ്ലേഷൻ്റെ പ്രശ്നമാണ്. നമ്മൾ B.Edന് സൈക്കോളജി പഠിക്കുന്നതെല്ലാം ഇംഗ്ലീഷിലാണ്, ഇംഗ്ലീഷ് വേർഡ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ പകരം അതിനെ ഒരു മലയാളീകരിക്കുന്ന സമയത്തുള്ള ബുദ്ധിമുട്ട് നല്ല രീതിക്കുണ്ട്. അപ്പോൾ സാറിൻ്റെ ക്ലാസ് കേട്ട് അതായത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കേട്ട് അതിൽ തന്നെ പല വാക്കുകളും, അതായത് ഇപ്പോൾ പല ടേംസും സൈക്കോളജിയിൽ വരുന്ന പല ടേംസും അതിൻ്റെ മലയാളം വാക്കുകൾ ഈ മൻസൂർ സാർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയും ക്ലാസ്സിൽ തന്നെ ഒരുപാട് വട്ടം. അങ്ങനെ നമ്മളൊരു 5 മിനിറ്റ് കേൾക്കുന്നതിനിടയിൽ തന്നെ ആ വാക്ക് ഒരുപാട് വട്ടം ഇങ്ങനെ മനസ്സിൽ കൂടെ പോകും. പിന്നെ നമുക്ക് എവിടെ ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടാലും കൃത്യം അത് മനസ്സിലോട്ട് വരും. അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് അതിൽ തെറ്റിയത്. 20 മാർക്കിനുണ്ടായിരുന്നു, 19 ശരിയായി. അതായത് നമ്മളുടെ കുട്ടികൾ അന്ന് പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ ഏറ്റവും പറഞ്ഞത് ആ 20 മാർക്ക് നമ്മുടെ കയ്യിൽ സേഫ് ആയിരുന്നു. മിക്കവാറും കുട്ടികൾക്കൊക്കെ അന്ന് 20 മാർക്കും കിട്ടിയിട്ടുണ്ട്. ആ പരീക്ഷ കഴിഞ്ഞ് ഒരുപാട് പേര് അത്രത്തോളം ആ ക്ലാസ്സുകൾ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. പരീക്ഷ കഴിഞ്ഞു, പിന്നെ കുറേ കാലം ഇന്റർവ്യൂവിന്റെ പ്രിപ്പറേഷൻ ആണ്. മൻസൂർ സാറിന്റെ ഇന്റർവ്യൂവിന്റെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. സാറിന്റെ ക്ലാസ്സിന് എത്രത്തോളം പ്രയോജനപ്പെട്ടത്? ഇന്റർവ്യൂ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്നും നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാറിന്റെ ക്ലാസ്സിൽ നിന്നാണ് കണ്ട് മനസ്സിലായത്. സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഇന്റർവ്യൂവിന് ചോദിക്കുന്നതെന്നൊക്കെ ഒരു ഇതുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ചാപ്റ്ററുകൾ പഠിച്ചിട്ട് പോകണം, അതായത് ഓരോ സബ്ജക്റ്റിൽ നിന്നും നമുക്ക് ക്ലാസ് എടുക്കാൻ ആവശ്യമായ ഒരു ഡെമോ ക്ലാസ് എടുക്കാൻ ആവശ്യമായ പോർഷൻസ് നമ്മൾ കവർ ചെയ്തുകൊണ്ട് പോകണം. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിലൊക്കെ കവിത വരെ പഠിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ്, മലയാളം, കവിത. ഒന്നെ അവിടെ ഒന്ന് ഡെമോ ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ എടുക്കാൻ വേണ്ടി ഒരു 4 വരി കവിത, അതും കാണാതെ പഠിച്ചുകൊണ്ടൊക്കെയാണ് ഇന്റർവ്യൂവിനൊക്കെ പോയത്. ഫസ്റ്റ് റാങ്ക് കിട്ടിയ മൊമെന്റ് എങ്ങനെയായിരുന്നു? ഓരോരോ ജില്ലകളുടെ ലിസ്റ്റായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം വയനാടൊക്കെ വന്നു, 4-5 ജില്ലയായിട്ടും തിരുവനന്തപുരം വരുന്നില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നു. അപ്പോൾ ആ മൊമെന്റിൽ എനിക്ക് 1ാമത്തെ റാങ്ക് മാറി 2ാമത്തെ റാങ്ക് ആയിപ്പോയാലും ഒരു നിരാശ വരും എന്നൊരു ചിന്തയായിരുന്നു ആ സമയത്ത്. ഫസ്റ്റ് റാങ്ക് കിട്ടണം എന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് ഈ പെട്ടെന്ന് ഞാൻ ഗ്രൂപ്പിലാണ് നോക്കിക്കൊണ്ടത്. അപ്പം ഗ്രൂപ്പിൽ തിരുവനന്തപുരത്തിൻ്റെ ലിസ്റ്റ് ഒന്ന് PDF തുറന്ന് ഓപ്പൺ ചെയ്തപ്പോൾ ഫസ്റ്റ് പേര് കണ്ടു. ഞാൻ എപ്പോഴേ മടക്കി വെച്ചു, നേരെ അമ്മയെ വിളിച്ചു പറഞ്ഞു. ഈ യാത്രയിൽ ശ്രീമോനെ ഏറ്റവും ഇൻസ്പയർ ചെയ്ത ആളാരാണ്? അങ്ങനെ ഒരാളായിട്ട് പേര് പറയാൻ പറ്റത്തില്ല. വീട്ടുകാരെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. വീട്ടിലുള്ള നമ്മളെ ചേട്ടന്മാരായാലും ചേച്ചിമാരായാലും അച്ഛനമ്മയായാലും എല്ലാവരും, വല്യമ്മ, എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് എന്നെ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും, പഠിച്ച് ഈ ഒരു ഇതെത്തണം, ഇതിൽ വാങ്ങിച്ചെടുക്കണം എന്നിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഫ്രണ്ട്സ് ആയാലും വളരെ സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ ശ്രീമോന്റെ ഈ വാക്കുകളും ശ്രീമോന്റെ പഠന രീതികളും ശ്രീമോന്റെ റിവിഷൻ സ്ട്രാറ്റജിയും ഒക്കെ PSC പഠനം കാര്യമായി കൊണ്ടുവന്ന ഇനി അടുത്ത LP-UP പരീക്ഷയ്ക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്ന എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ്. അപ്പോൾ വേഗത്തിൽ കയറാൻ പറ്റട്ടെ. ശ്രീമോൻ ചെല്ലുന്ന സ്കൂളുകളും ശ്രീമോന്റെ വിദ്യാർത്ഥികളും ഒക്കെ ഒരുപാട് ഭാഗ്യം ചെയ്തവരാണ്. ഒരുപാട് കാര്യങ്ങൾ ശ്രീമോനിൽ നിന്ന് അവർക്ക് പഠിക്കാനുണ്ട്. അവരും ശ്രീമോനെ മാതൃകയാക്കട്ടെ. താങ്ക് യു.